നല്ല വെയിലല്ലേ ഇന്ന് ഞാൻ വന്നിക്കണതേ എല്ലാവരും തലമുടി കൊഴിച്ചിലും താരനും ഒക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരൊറ്റ മൂല്യം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും. നമ്മളെ വീട്ടിലുള്ള സാധനം കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. പിന്നെ നല്ല മൈലാഞ്ചി വേണം, പച്ച മൈലാഞ്ചി. അപ്പോൾ ഞാനിന്ന് താളിയൊക്കെ തേച്ചങ്ങാണ്ട് തലയിൽ താളിയൊക്കെ തേച്ച് ഹെന്ന ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കണം. നമ്മൾ ഈ ഹെന്ന ഞാൻ പറയുന്ന മാതിരി നിങ്ങൾ ഹെന്ന ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ തലമുടി ഉണ്ടല്ലോ തഴച്ച് വളരും ചെയ്യും, നിങ്ങളെ താരനും പോവും. എന്താ പറയുക, ഓരോ തലമുടിൻ്റെ ഇഴകൾ കാണാൻ നല്ല ഭംഗിയുണ്ടാകും. ഒരു തലമുടിൻ്റെ ഇഴ മറ്റൊരു തലമുടിൻ്റെ ഇഴയിൽ ഒട്ടാതെ നല്ല വിട്ട് വിട്ട് നിന്ന് നല്ല തിക്കായിട്ട് മുടി വളരാനും തിക്കായിട്ട് നിൽക്കാനും ഒക്കെ പറ്റണ നല്ലൊരു വീഡിയോയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നോക്കട്ടോ. അപ്പോൾ അതിനതാ ഞാനൊരു ഹെന്ന ചെയ്യാൻ വേണ്ടി ഇതൊരു പഴയ ചട്ടി, മീനൊക്കെ മുറിക്കാനിരിക്കുന്ന ചട്ടിയാണ്. ഇത് കഴുകിയാൽ പിന്നെ നമുക്ക് അതിനൊക്കെ അത് ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വന്നിരിക്കുന്നത് ഫസ്റ്റിൽ തന്നെ നമ്മളെ മൈലാഞ്ചി ഊരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മൈലാഞ്ചി ഇതാ പഠിക്കാൻ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്. ഇതാ മൈലാഞ്ചിൻ്റെ മരമാണിത് കേട്ടോ. അപ്പോൾ ഈ മൈലാഞ്ചിൻ്റെ ഊരിയിട്ട് നമുക്കിത് എടുക്കാം. എങ്ങനെയാണ് നോക്കട്ടോ നമുക്ക്. അതാ മൈലാഞ്ചി കൊമ്പ്, ഇത് വലിയൊരു മരമാണ്. അപ്പോൾ ഞാൻ ആഴ്ചയിലൊക്കെ സമയം ഉണ്ടെങ്കിൽ തേക്കലുണ്ട് കേട്ടോ. ആഴ്ചയിൽ തേക്കണം. ചിലപ്പോൾ ആഴ്ചയിൽ തേക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഇത് തേക്കണത് നല്ലതാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ മൈലാഞ്ചി ഇങ്ങനെ മൈലാഞ്ചിൻ്റെ ഇല ഇങ്ങനെ ഊരിയെടുത്തിട്ട് കുറച്ച് നമ്മളെ തലമുടിക്ക് എത്ര വേണ്ട വെച്ചെങ്കിൽ അത്രയും ഇങ്ങോട്ട് ഊരിയെടുക്കുക. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇനിയുണ്ട് നമുക്ക് കൂട്ടാൻ. ഇതിൽ ഒരുപാട് സാധനങ്ങൾ ഇനി നമുക്കിതിൽ കൂട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ മിക്സ് തയ്യാറാക്കുന്നത്. നമ്മളെ തലമുടിക്ക് നല്ല തണുപ്പുമാണ്. എത്ര പ്രായമായ ആൾക്കാരായാലും ഇത് ഉപയോഗിക്കാം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അത് ഞാൻ മൈലാഞ്ചി ഒന്ന് ഊരിയെടുക്കട്ടെ, എത്രയാണ് വേണ്ടതെന്ന് ഊരിയെടുക്കട്ടെ കേട്ടോ. ഇതാ നമ്മളെ മൈലാഞ്ചിമ ഇഷ്ടം പോലെ മൈലാഞ്ചി ഇലകളുണ്ട്. അപ്പോൾ അതാ ഞാൻ ഇത്രയും ഇല എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം നമുക്ക് എന്താ നോക്കാം. നല്ല വെയിലാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതാ കറ്റാർ വാഴൻ്റെതാണ് വേണ്ടത്. കറ്റാർ വാഴ ഇവിടെ ഉണ്ട് കേട്ടോ, കാണുന്നുണ്ടോ? അപ്പോൾ ഇതിൽ നിന്ന് ഒരൊറ്റ തണ്ട് നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം. കറ്റാർ വാഴ ഇതാ ഞാൻ ഈ ഒരു തണ്ട് ഇതിമെന്ന് പൊട്ടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വലിയ തണ്ട് തന്നെ എടുക്കട്ടെ കേട്ടോ. ഈ ഒരു വലിയ തണ്ട് ഞാൻ ഇതിമെന്ന് ഇടിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാ ഇതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇത്ര ഇത് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താ നോക്കാം. കറ്റാർ വാഴയിൽ മഞ്ഞക്കറ ഉണ്ട്, അത് പോകാൻ വേണ്ടി ഞാനിതങ്ങനെ കുത്തിച്ചാരി വെച്ചിട്ടുണ്ടോ. മഞ്ഞക്കറ ചിലപ്പോൾ ചൊറിഞ്ഞാലോ അത് വിചാരിച്ചിട്ട് കുത്തിച്ചാരി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട സാധനം നോക്കാം. എന്താക്കണ, ഇനി ചെമ്പരത്തിപ്പൂ ഒന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെമ്പരത്തിൻ്റെ മരൻ്റെ മുകളിലുണ്ട്. അങ്ങനെ ഒരു ചെമ്പരത്തിപ്പൂ കിട്ടി. അതിൻ്റെ മുകളിലുണ്ട് 2 ചെമ്പരത്തിപ്പൂവ്, 5 ഇതളുള്ള 2 ചെമ്പരത്തി, പിന്നെ ഒരു ഉണ്ട ചെമ്പരത്തി കിട്ടിയിട്ടുണ്ട്, പിന്നെ 2 ചെമ്പരത്തിൻ്റെ മൊട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊക്കെ വെച്ചിട്ട് ഇത്രയും സാധനങ്ങൾ ഇതും പോരാ. ഇതൊക്കെ നമ്മളെ തലയ്ക്ക് തണുപ്പ് കിട്ടുന്ന സാധനങ്ങളാണ്, നമ്മളെ തലമുടിക്ക് നല്ലതാണ്. ഇപ്പോൾ നല്ല വെയിലാണ്, ചൂടാണ്. ഈ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ. ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഷാമ്പു വാങ്ങും, അതുപോലെ എണ്ണ വാങ്ങി തേക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാലോ. നമുക്ക് ഇത്ര ഒരു ഗുണമുള്ള വേറെ ഒന്നുമില്ല കേട്ടോ. തികച്ചും നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യട്ടെ എന്നറിയോ, ഈ കറ്റാർ വാഴയൊക്കെ അരിഞ്ഞ് ഇത് പൂക്കളൊക്കെ ഒന്ന് കഴുകി ഇലയൊക്കെ ഒന്ന് കഴുകിയിട്ട് എന്താ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുകൊണ്ട്, എന്നിട്ട് നിങ്ങളെ തലമുടി നിങ്ങളെ അകാലനര തടയാനും നിങ്ങളെ മുടി കൊഴിച്ചിൽ മാറാനും നിങ്ങൾ മാസത്തിൽ 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഇതുവരെ നിങ്ങളെ തലമുടി 40-45 വയസ്സായിട്ട് നരച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളെ തലമുടി നരക്കൂല. ഉറപ്പ് ഞാൻ തരികയാണ്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് മാസത്തിൽ 2-3 തവണയായിട്ട് നമ്മളിത് ചെയ്യണം. അപ്പം ഇനി ഇത് ഞാൻ എന്താ ചെയ്യണതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവരും വരും. അപ്പോൾ അതാ നമ്മളെ ചെമ്പരത്തിപ്പൂവും നമ്മളെ കറ്റാർ വാഴയൊക്കെ മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഞാനിനി അത് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകി കൊടുക്കുകയാണ്.
കാരണം ഇതിൽ പൊടികളുണ്ടാവും. എന്നിട്ട് ഇത് കഴുകിയിട്ട് നമുക്ക് ഇതൊരു മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് അരച്ചിട്ട് ഇതിൽ വേറെ സാധനങ്ങൾ കൂട്ടാനുണ്ട് കേട്ടോ. അത് കൂട്ടിയിട്ട് വേണത് നമ്മൾ അരച്ച് താളിയാക്കി തേക്കണമെങ്കിൽ. അപ്പോൾ അതാ ഇത് വെള്ളം ഏറരുത് കേട്ടോ. വെള്ളം നല്ലോണം ഉണ്ടെച്ചെങ്കിൽ എന്ത് ചെയ്യാന്നറിയാം, പീഞ്ഞ് കളഞ്ഞോണ്ടി. പിന്നെ അത് അരയണമെങ്കിൽ കുറച്ച് വെള്ളം വേണം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് സാധനം കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ എല്ലാം കഴുകി നമ്മളെ കറ്റാർ വാഴ കണ്ടില്ലേ, നമ്മൾ ഇങ്ങനെ അരിഞ്ഞാണ് ഇട്ടിക്കണത്. ഇതിൻ്റെയൊക്കെ ഒരു ഗുണം എന്താണ്, നമ്മൾ എന്തിനാ ഈ കടയിൽ നിന്ന് ഷാമ്പുവും അതുപോലെയുള്ള സാധനമൊക്കെ തേക്കണത്, ഇത് തന്നെ മതി. ഇനി ഇത് അതിലേക്ക് ഒരു മുട്ടൻ്റെ വെള്ള, ഒറ്റൊരു മുട്ടൻ്റെ വെള്ള, ഉണ്ണി പെടരുത് കേട്ടോ. ഇതിലിപ്പോൾ ഒരു ഉണ്ണിമായം പെട്ടു. അപ്പോൾ ഈ ഉണ്ണി പെടാതെ വേണം നമ്മൾ മുട്ടൻ്റെ വെള്ള മാത്രം. ഉണ്ണി നമുക്ക് ഇനി കറിയിലിടാനോ അല്ലെങ്കിൽ പൊരിക്കാനോ എന്തിനെങ്കിലും എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മുട്ടൻ്റെ വെള്ളം ഒഴിച്ച് ഇതാ ഒരു നാരങ്ങ മുറി. ഇതിൻ്റെ നീര് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കാം. കാരണം ഈ നാരങ്ങ നീര് ഒഴിക്കണത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലമുടി സിൽക്കി ആകാനും പിന്നെ അതുപോലെ തന്നെ താരൻ പോകാനും ഒക്കെയാണ് നാരങ്ങ നീര് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരൊറ്റ മുറി നാരങ്ങ നീര് മാത്രം നമുക്ക് എടുക്കാം. ഇത്രയും നമ്മൾ ഇട്ടു. ഇതിലിതൊരു നാരങ്ങേൻ്റെ കുരു ഇതൊന്നാണ് മാറ്റി കൊടുക്കട്ടെ നമുക്ക്. അപ്പം അതാ ഇനി ഇതിലേക്ക് കട്ട തൈര് ഒരു 2 ടീസ്പൂണാണ് വേണ്ടത്. ഇപ്പോൾ ഒരു 2 ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടോ. നല്ല കട്ട തൈര്. ഇത് തൈര് എന്തായാലും മസ്റ്റായിട്ട് വേണം കേട്ടോ. തൈര് ഇതിലിട്ട ചേരുവകളൊന്നും നിങ്ങൾ മിസ്സാക്കരുത്. ഇനി നമ്മളിത് നല്ല ഫൈനായിട്ട് നല്ലോണം അരച്ചെടുക്കട്ടോ. ഇപ്പം ഞാൻ അരച്ചു കണ്ടോ, നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇത് തുടച്ചിട്ട് നമുക്ക് ഈ പാത്രത്തിൽ കണ്ടിട്ട് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ തുടച്ച് ഈ പാത്രത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കൈ വെച്ചിട്ട് തുടച്ചിട്ട് കൊടുക്കുക. നല്ലോണം പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. ഇപ്പം അതാ ഞാൻ നല്ലോണം കൈ വെച്ചിട്ട് തുടച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ തലയിൽ തേക്കാൻ തയ്യാറായിട്ട് വേണം അത് തുടച്ചെടുക്കാൻ. എന്നാൽ ഇതിൻ്റെ മിശ്രിതമൊന്നും നമുക്ക് കളയേണ്ടി വരില്ല. കയ്യമ്മ ആക്കിയിട്ട് തലയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഇങ്ങനെ കയ്യമ്മ ആക്കുക. നമ്മളെ തലയോട്ടി കൂടെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ മിക്സിയുടെ ജാറും പിന്നെ ഈ ഉപയോഗിക്കുന്ന ഈ പാത്രമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് സോപ്പിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് നമുക്കത് പിന്നെ ഉപയോഗിക്കാം. കൈ കണ്ടോ ചുമക്കിട്ടോ, അതൊക്കെ ഒന്ന് വിഷയമാക്കരുത്. ഇങ്ങനെ ചുമക്കണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് കൈ കൊണ്ട് തേച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇങ്ങനെ ചുമന്ന കളറ് വരും കേട്ടോ.